ഹായ് ഹലോ കൂട്ടുകാരെ, പാട്ടുപാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളുടെ സ്വന്തം സുലതാ സുദർശനൻ. അപ്പോൾ ഞാനിന്നിവിടെ ഒരു വലിയൊരു വാള കിട്ടിയിട്ടുണ്ട്. ആ വാള എങ്ങനെയാണ് അവിക്കുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോഴതിലേക്ക് ആവശ്യമായ സവാള നൈസായിട്ട് അരിഞ്ഞത്, മലക്കറി പച്ചമുളക്, മണമുള്ള പച്ചമുളക്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കിയത്. ഇനി നമുക്കിതെല്ലാം കൂടി ചേർന്ന് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടി ഒഴിക്കാവുന്നതാണ്. അപ്പോൾ കൂട്ടുകാരെ, ഇതിൽ വെള്ളവും ഒഴിച്ച് ഇളക്കി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വാളമീൻ ഇട്ട് കൊടുക്കാവുന്നതാണ്. വലിയ പീസാണ്, നല്ല പള്ളയുള്ള വാളയാണ്. അപ്പോൾ കൂട്ടുകാരെ, എൻ്റെ വാളമീൻ അവിക്കാനായിട്ട് ഈ പറഞ്ഞ ചേരുവകളെല്ലാം ചേർത്ത് ഞാൻ ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. അടുപ്പിൽ തീയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു മൂടി കൊണ്ട് അടയ്ക്കാവുന്നതാണ്. അടച്ച് അത് പകുതി വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് നാടൻ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിക്കാവുന്നതാണ്. അപ്പോൾ നല്ല കപ്പ വാങ്ങി പുഴുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും വാളമീൻ അവിച്ചതും കൂടെ കൂട്ടി നമുക്ക് കഴിക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാവുന്നതാണ്. കേട്ടോ, അടിപൊളിയായിട്ട് ഇടന്ന് തിളച്ച് വേകുന്നത് കണ്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഇത് ഞാൻ വാളമീൻ തിരിച്ചിട്ടു. നല്ല മണം വരുന്നുണ്ട്. അതിനേക്കാൾ മണതാ ഇനിയിപ്പോൾ ഈ വെളിച്ചെണ്ണ കണ്ടോ, നാടൻ വെളിച്ചെണ്ണ. ഇവിടെ ഞാൻ ആട്ടിയ എണ്ണ ഇരുന്നതാണ്. ഇതും കൂടെ ഉള്ളു. അപ്പോൾ ഇത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അടിപൊളി സെറ്റ് മണം വരുന്നുണ്ട്. അപ്പോൾ ഇതിന് പാകമായതിന് ശേഷം നമുക്കത് കഴിച്ചു നോക്കാം. ഹായ് ഹലോ കൂട്ടുകാരെ, അങ്ങനെ കപ്പയും വാളമീൻ അവിച്ചതും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവരും കൂടെ കഴിക്കാം. പള്ള വീർത്ത മീനാണ് വാള. അപ്പോൾ അധികമായിട്ട് വേവുന്ന കിഴങ്ങ് എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ അധികം വേവാത്ത കിഴങ്ങാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ മോൻ നാട്ടിൽ വന്ന സമയത്ത് നമുക്ക് ഈ വാളമീൻ കിട്ടിയില്ല. അങ്ങനെ മോനെ അവിച്ചു കൊടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. ഇനി വരുമ്പോഴേ അവിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് കപ്പയാണ്. കപ്പയും വാള അവിച്ചതിൻ്റെ ഗ്രേവിയുമാണ്. വാവ്, അമ്പോ പറയാൻ പറ്റത്തില്ല. സൂപ്പർ കേട്ടോ, അടിപൊളി. എല്ലാവരും ഇതുപോലെ ചെയ്യണേ. ചെറിയ ഉള്ളി, സവാള നൈസായിട്ട് അരിഞ്ഞത്, പച്ചമുളക്, മണമുള്ള മുളക് ഇടാം, ഇല്ലാത്ത മുളക് ഇടാം, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, എന്താണ് അതിന് എല്ലാ സംഭവവും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കാണിച്ചു തന്നിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത്. അപ്പോൾ സൂപ്പർ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുക. നിങ്ങളുടെ എല്ലാം സ്വന്തം സുലതാ സുദർശനൻ. ഓക്കെ, ടാറ്റാ.